لنهتدي لولا أن هدانا الله وصلى الله على محمد وعلى آله وأصحابه أجمعين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وأشهد أن محمد رسول الله ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നാം വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായമായ സൂറത്തു മറിയമിലെ 28 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്. ഇനി 29 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് മറിയം ബീവി പ്രസവിക്കുകയും കുഞ്ഞുമായി ജനങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്യുന്ന രംഗമാണ് അവസാനം നാം മനസ്സിലാക്കിയത്. ഫഅത്തത് ബിഹി ഖൗമഹ തഹ്മിലുഹു ഖാലൂ യാ മറിയം ലഖദ് ജിഅ്തി ഷൈഅൻ ഫരിയ. അവർ മറിയം ബീവി അവരുടെ ഇടയിലേക്ക് തൻ്റെ കുഞ്ഞുമായി ചെല്ലുകയാണ്. ആ സമയത്ത് ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, മറിയം, നീ വളരെ ഗുരുതരമായ കാര്യവുമായാണ് വന്നിരിക്കുന്നത്. അവിവാഹിതയായ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ കുഞ്ഞുമായി വരുന്ന രംഗത്തെയാണ് അവർ ഫരിയ, അതിഗുരുതരമായൊരു കാര്യം എന്ന നിലക്ക് വിശേഷിപ്പിച്ചത്. മാത്രമല്ല അവരിങ്ങനെയും കൂടി പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂനിൻ്റെ സഹോദരി, നിൻ്റെ പിതാവ് ഇത്തരമൊരു തിന്മകൾ ചെയ്യാത്തവരാളും നിൻ്റെ ഉമ്മ വഴിപിഴച്ചു പോകാത്തൊരു സ്ത്രീയുമാണ്. നല്ല ഒരു പിതാവിനും ഉമ്മാക്കും ജനിച്ചവർ നീ എങ്ങനെ ഇത്ര ഗുരുതരമായൊരു തെറ്റ് ചെയ്തു എന്നാണ് അവർ മറിയം ബീവിയോട് ചോദിക്കുന്നത്. ആ രംഗം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടിയാണ് ഇനിയുള്ള ആയത്തുകളിൽ. ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഅശാറത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ قال إني عبد الله آتاني الكتاب وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. 29-ാമത്തെ ആയത്ത്. فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. فأشارت അപ്പോൾ അവൾ ചൂണ്ടിക്കാണിച്ചു. ഇഷാറത്ത് അഷാറ യുഷീറു അഷാറത്ത് അവൾ ചൂണ്ടിക്കാണിച്ചു. ഇലൈഹി അവൻ്റെ നേരെ, അഥവാ കുഞ്ഞിൻ്റെ നേരെ. കാലു അവർ പറഞ്ഞു, കൈഫ എങ്ങനെയാണ് നുക്കല്ലിമു ഞങ്ങളോട് സംസാരിക്കുക, മൻകാന ആയവൻ, ഫിൽ മഹദി തൊട്ടിലുള്ളവൻ, സബിയ ഒരു ശിശു, തൊട്ടിലുള്ള ഒരു ശിശു, തൊട്ടിൽ കിടക്കുന്നൊരു കുട്ടി ഞങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുക. ഒന്നുകൂടി പറയാം. ഫ അഷാറത്ത് അപ്പോൾ അവൾ ചൂണ്ടിക്കാട്ടി, ഇലൈഹി അവൻ്റെ നേരെ, അഥവാ കുട്ടിയുടെ നേരെ. കാലു അപ്പോൾ അവർ പറഞ്ഞു, കൈഫ നുക്കല്ലിമു എങ്ങനെയാണ് കല്ലമ യുക്കല്ലിമു എങ്ങനെയാണ് സംസാരിക്കുക, നുക്കല്ലിമു ഞങ്ങളോട് സംസാരിക്കുക, മൻ കാന ഫിൽ മഹദി തൊട്ടിലുള്ള ഒരാൾ, സബിയ കുഞ്ഞ്. മഹദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ, മഹദ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുക്കി എന്നാണ് അർത്ഥം. അഥവാ ഒരു കുഞ്ഞിന് കിടക്കാൻ പാകത്തിൽ ഒരുക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് മഹദ് എന്ന പദം പ്രയോഗിക്കുക. തൊട്ടിൽ കഴിയുന്ന കുട്ടിയെ ആണ് ഫിൽ മഹദി സബിയ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആളുകൾ മറിയം ബീവിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും സംശയങ്ങളും ഉന്നയിച്ചപ്പോൾ മറിയം ബീവി ചെയ്തത് തൻ്റെ കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടി.
അഥവാ അവനോട് നിങ്ങൾ സംസാരിച്ചോളൂ, അവൻ മറുപടി പറയും എന്ന രൂപത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഒരു കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്വാഭാവികമായും അവരെല്ലാവരും ചോദിച്ചു, കൈഫ നുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, തൊട്ടിൽ കഴിയുന്ന ഒരു കുഞ്ഞെങ്ങനെയാണ് ഞങ്ങളോട് സംസാരിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ എളുപ്പമാണ്. മറിയം ബീവിക്ക് പറയാനുള്ള മറുപടി തൻ്റെ കുഞ്ഞ് പറയുമെന്ന് അള്ളാഹുവിലൂടെ മനസ്സിലാക്കിയ മറിയം ബീവി തൻ്റെ കുഞ്ഞിൻ്റെ നേരെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആളുകൾ അതിനേക്കാൾ വലിയ ആശ്ചര്യത്തിലാണ്. തൊട്ടിൽ കഴിയുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ അടിസ്ഥാനവും പിതൃത്വവും ഒക്കെ എങ്ങനെ പറയും? ചെറിയൊരു കുട്ടിക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഈ ആശ്ചര്യം ആളുകൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മറിയം ബീവി തനിക്ക് പറയാനുള്ള മറുപടി ഈ കുഞ്ഞിലൂടെ ലഭിക്കുമെന്നാണ് അവരെ ബോധ്യപ്പെടുത്തിയത്. അതാണ് ഈ അഷാറത്ത് ഇലൈഹി, അവനിലേക്ക് ചൂണ്ടിക്കാണിച്ചതാ ഈ കുട്ടി പറഞ്ഞു തരും, ഈ കുഞ്ഞ് മറുപടി നൽകും. കാലു, അപ്പോഴാണ് അവർ ചോദിച്ചത്, കുട്ടിയാണ് ഇതിനൊക്കെ മറുപടി പറയാമെന്ന് പറഞ്ഞപ്പോഴാണ് കൈഫ നുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, തൊട്ടിൽ കഴിയുന്നൊരു കുട്ടി ഞങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുക എന്ന് ആളുകൾ സ്വാഭാവികമായും ചോദിച്ചത്. പക്ഷേ ആളുകളത് ചോദിച്ച വഴിക്ക് പിന്നെ സംഭവിക്കുന്നത് ആ കുഞ്ഞ് തന്നെ സംസാരിക്കുന്നതാണ്. അതാണ് 30-ാമത്തെ ആയത്തിലുള്ളത്. 30-ാമത്തെ ആയത്ത്, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. ഖാല, അവൻ പറഞ്ഞു, ആ കുഞ്ഞ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി നിശ്ചയമായും ഞാൻ, അബ്ദുല്ലാഹ് അള്ളാഹുവിൻ്റെ ദാസനാണ്, ആത്താനിയ എനിക്ക് നൽകിയിരിക്കുന്നു, ആത്താനിയ എനിക്ക് നൽകിയിരിക്കുന്നു, അൽ കിതാബ വേദഗ്രന്ഥം, വജഅലനി അവൻ എന്നെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു, അള്ളാഹു എന്നെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു, നബിയ്യ പ്രവാചകനായി. ഒന്നുകൂടി പറയാം. ഖാല അവൻ പറഞ്ഞു, ഇന്നി നിശ്ചയമായും ഞാൻ, അബ്ദുല്ലാഹ് അള്ളാഹുവിൻ്റെ ദാസനാണ്, ആത്താനിയ എനിക്ക് നൽകിയിരിക്കുന്നു അൽ കിതാബ് വേദഗ്രന്ഥം, വജഅലനി എന്നെ അവൻ ആക്കുകയും ചെയ്തിരിക്കുന്നു, നബിയ്യ പ്രവാചകനാക്കിയിരിക്കുന്നു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. ആ കുഞ്ഞ് കുറച്ച് വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ആ കുഞ്ഞ് ആദ്യമായി സൂചിപ്പിച്ചു. ഒന്ന്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. 2, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു. 3, ഞാൻ പ്രവാചകന്മാരിൽ പെട്ടവനാണ്, എന്നെ പ്രവാചകനായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ആദ്യം ഇവിടെ ഒരു സംശയം തീർക്കേണ്ടതുണ്ട്. തൊട്ടിൽ കഴിയുന്ന കുഞ്ഞിനെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചോ? തൊട്ടിൽ കഴിയുന്ന കുഞ്ഞിന് അള്ളാഹു വേദഗ്രന്ഥം നൽകിയോ? തൊട്ടിൽ കഴിയുന്ന കുട്ടിയെ ഇങ്ങനെയൊക്കെ നൽകപ്പെട്ടോ എന്ന് സ്വാഭാവികമായി ചോദിച്ചേക്കാം. മാത്രമല്ല, ഇതിലൊക്കെ യഖൂലു പറയുമെന്നല്ല, ഖാല പറഞ്ഞു എന്നാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ കാലമായിട്ടാണ് ഈ ആയത്തുകളിലൊക്കെ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് സവിശേഷം, മറ്റ് അറബി ഭാഷയിലും എല്ലാ ഭാഷകളിലുമുള്ളൊരു യാഥാർത്ഥ്യമാണ്, ഉറപ്പായും നടക്കാവുന്ന ഒരു കാര്യം, ഉറപ്പായും ഭാവിയിൽ സംഭവിക്കുന്നൊരു കാര്യം മാളിയായി, കഴിഞ്ഞ കാല ക്രിയയായി, പാസ്റ്റ് ടെൻസായി പറയുക എന്നതൊരു ഭാഷാഘടനയിലുള്ളൊരു പൊതുശൈലിയാണ്. ഇപ്പം നമ്മൾ തന്നെ മലയാളത്തിൽ ഒരാൾ നമ്മളെ കാത്തു നിൽക്കുകയാണ്, എവിടെ എത്തി എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇതാ ഞാൻ ഇവിടെ എത്തി എന്ന് പറയും. എത്തി എന്ന് പറഞ്ഞാൽ എത്തിയിട്ടില്ല, ഇപ്പം എത്തും എന്നർത്ഥത്തിലാണ്. ഇതാ ഞാൻ അടുത്ത് തന്നെ എത്താറായിരിക്കുന്നു എന്നർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുക, ഇതാ ഞാനിവിടെ എത്തി എന്ന് പറയാറുണ്ട്. ഏതാണ്ട് ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത്, പ്രത്യേകിച്ച് പരലോകവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉടനെ സംഭവിക്കാൻ പോണ എന്തായാലും സംഭവിക്കാൻ പോണ കാര്യങ്ങളൊക്കെ സംഭവിച്ച പോലെയാണ് പറയുക. ആ അടിസ്ഥാനത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊട്ടിൽ കഴിയുന്ന കുട്ടിയെ ആദ്യമേ കുട്ടിയായിരിക്കെ തന്നെ നബിയായി നിശ്ചയിച്ചു എന്ന് പറയപ്പെടുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാമിന് ഇത്തിരി കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാചകത്വം ലഭിക്കുന്നത്. അതേപോലെ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് വേദഗ്രന്ഥം ലഭിക്കുന്നത്. പക്ഷെ തൊട്ടിലിൽ കഴിയുന്ന കുട്ടി പറയുന്ന പ്രയോഗം, ഇന്നി അബ്ദുല്ലാഹി അതാനിയൽ കിതാബ വജഅലനി നബിയ്യ, എനിക്ക്
അള്ളാഹു വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ നബിമാരിൽ പെടുത്തിയിരിക്കുന്നു. പെടുത്തി എന്ന് കഴിഞ്ഞ കാലക്രിയയായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉറപ്പാണ് എന്നതാണ്. ഈ 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഈസാ നബി അലൈഹി സ്വലാം തൻ്റെ തൊട്ടിൽ വെച്ച് പറഞ്ഞത് ഞാൻ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ ദാസനാണ് എന്നതാണ്. വളരെ സുപ്രധാനമായൊരു പ്രയോഗമാണ് ഈസാ അലൈഹി സ്വലാം അവിടെ നടത്തുന്നത്. കാരണം ഈസാ അലൈഹി സ്വലാം അത്യത്ഭുതകരമായൊരു ജനനം നടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദിവ്യത്വമുണ്ടെന്നോ ദൈവിക ഘടനയിൽ വല്ല കഴിവും പങ്കുമുണ്ടെന്നോ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം താൻ അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഒരിക്കലും ദിവ്യത്വമുള്ള ആളല്ല, അള്ളാഹുവിൻ്റെ മകനോ പുത്രനോ അല്ല, ഞാൻ മറ്റു മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിൻ്റെ ദാസൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ശക്തമായി അവകാശപ്പെടുന്നത് ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദാസനാണ്, അബ്ദാണ് എന്നാണ്. ഇത് ഖുർആൻ മാത്രമല്ല, ഇപ്പോൾ പൂർവ്വവേദങ്ങളിലും ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക അള്ളാഹുവിൻ്റെ ദാസൻ എന്നായിരിക്കും. പക്ഷേ പൂർവ്വവേദങ്ങളൊക്കെയും മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമാവുകയും തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ തിരുത്തപ്പെടാതെ വിട്ടുപോയ പല ഭാഗങ്ങളിലും ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് ഇപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയും. ഇപ്പോൾ പഴയ നിയമത്തിൽ, തൗറാത്തിൻ്റെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനത്തിൽ 42-1 യെശയ്യാ പ്രവചനം, ആ പ്രവചനത്തിൽ അഥവാ വരാനിരിക്കുന്ന പ്രവചനത്തെക്കുറിച്ച് പറയുകയാണ്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം ആനന്ദിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതിക്കു നീതി കൊണ്ടുവരും. അപ്പോൾ ദാസൻ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്നാണ് തൗറാത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞത്. യെശയ്യാ പ്രവചനത്തിൽ തന്നെ 52-13 കാണാൻ കഴിയും. ഇതാ എൻ്റെ ദാസൻ വിവേകത്തോടെ പ്രവർത്തിക്കും, അവൻ ഉയർന്നു പൊങ്ങുകയും ഉന്നതനായി ഏറ്റവും ശോഭിക്കുകയും ചെയ്യും. അപ്പോഴും ദാസൻ എന്ന് തന്നെ പ്രയോഗിച്ചിട്ടുള്ളത്. യെശയ്യാ പ്രവചനത്തിൽ 53-11 നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ ചുമക്കും. അവിടെയും ദാസൻ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ പഴയ നിയമത്തിൽ തൗറാത്തിൽ വരാനിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ദാസൻ ദാസൻ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലും സുവിശേഷങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാലോ, ഈസാ നബിയുടെ ജീവിതകാലത്തെയും അദ്ദേഹത്തിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ പ്രബോധനങ്ങളെയും വിവരിക്കുന്ന പുതിയ നിയമത്തിലും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൈവദാസനാണ്, അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് ബൈബിൾ ഈ പുതിയ നിയമത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് എന്നതിലെ 3-13 നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ജനങ്ങളോട് പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ്. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് പറയുന്നത് യാക്കോബിൻ്റെയും അബ്രഹാമിൻ്റെയും എല്ലാവരുടെയും ദൈവമായ ദൈവം ഈസാ അലൈഹിസ്സലാമിനെ യേശുവിനെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദാസനായ യേശു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 3:26 കാണാൻ കഴിയും. ദൈവം തൻ്റെ ദാസനെ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ദുഷ്ടതകളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. അവിടെയും തൻ്റെ ദാസനെ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ 4:27 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന വരികളിൽ ഇങ്ങനെ കാണാം. എല്ലാ ശിഷ്യന്മാരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? നീ അഭിഷേകം ചെയ്തവനായ യേശു എന്ന നിൻ്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പെന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒത്തുകൂടിയെന്നത് സത്യം തന്നെ. അപ്പോഴും ഈസാ നബിനെ വിശേഷിപ്പിക്കുന്നത് നീ അഭിഷേകം ചെയ്തവനായ യേശു എന്ന നിൻ്റെ പരിശുദ്ധദാസൻ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ
വേറൊന്ന് 4:30 കാണാം, നിൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കേണ്ടതിന് നീ നിൻ്റെ കൈ നീട്ടണമേ. മത്തായി സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷത്തിൽ പഴയ നിയമത്തിലെ പ്രവചനം യേശുവിൽ പൂർത്തിയായി എന്ന് കാണിക്കാൻ മത്തായി പറയാണ്. അഥവാ നേരത്തെ തൗറാത്തിൽ പറഞ്ഞ പ്രവചനം പൂർത്തിയായി എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം, ബൈബിളിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ ഈ ഭാഗങ്ങളിൽ പ്രയോഗിച്ച പദം പൈസ് എന്നാണ്. പൈസ് അല്ലെങ്കിൽ ദുലോസ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം ദാസൻ എന്നാണ്. ഈസാ നബീനെ പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ള പൈസ് അല്ലെങ്കിൽ ദുലോസ്, അതിൻ്റെ അർത്ഥം ദാസൻ എന്നാണ്, സെർവൻ്റ് അല്ലെങ്കിൽ സ്ലേവ് എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ അതിന് അറബി ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ പരിശോധിച്ചാലോ അബ്ദ് എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അബ്ദ് എന്ന പദമാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് മാത്രമല്ല വേദഗ്രന്ഥങ്ങളൊക്കെയും മുൻകാല വേദഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. മാത്രമല്ല മത്തായി സുവിശേഷത്തിൽ കൃത്യമായി പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ യേശുക്രിസ്തു ആരാധിക്കപ്പെടേണ്ട ശക്തിയല്ല എന്നും കൃത്യമായി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. അള്ളാഹു പുത്രനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ തെറ്റാണ്. ഇത്തഹദ് അവർ പറയുന്നത് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്നതാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബാഇഹിം കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഇഹിം യഖൂലൂന ഇല്ലാ കദിബ. ഖുർആൻ പറയാണ്, അവരുടെ വായ കൊണ്ട് വെറുതെ പറയുന്നൊരു വർത്താനാണ് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്നുള്ളത്. അള്ളാഹുവിനൊരിക്കലും സന്താനങ്ങളില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല. വലം യക്കുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരും തന്നെ ഇല്ല. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് ആദ്യമായി പറഞ്ഞൊരു കാര്യം, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്ന കാര്യം തന്നെയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ആത്താനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം ലഭിച്ചു എന്നാണ്. ലഭിച്ചു എന്ന് പറഞ്ഞാൽ ലഭിക്കും. അദ്ദേഹത്തിന് കിട്ടിയതാണ് പിന്നീട് ഇഞ്ചീൽ. മുൻകാല വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന് ഇഞ്ചീൽ അദ്ദേഹത്തിന് ലഭിച്ച പിന്നീട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനായിട്ടല്ല, മറ്റ് പ്രവാചകന്മാരെ പോലെ പ്രവാചകനായിട്ടാണ് വന്നത്. മൂസാ പ്രവാചകനെ പോലെ, അബ്രഹാം പ്രവാചകനെ പോലെ, യാക്കോബിനെ പോലെ, ഇസാക്കിനെ പോലെ മുൻകാലത്ത് കഴിഞ്ഞുപോയ സമുദായങ്ങളിലേക്കൊക്കെ കടന്നു വന്ന പ്രവാചകന്മാരെ പോലെ കടന്നു വന്ന പ്രവാചകനായിരുന്നു ഈസാ അലൈഹിസ്സലാം. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ഇവിടെ കൃത്യമായ ആളുകളോട് പറയുന്നത്, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. ആത്താനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം ലഭിച്ചിരിക്കുന്നു. വജഅലനി നബിയ, ആ അള്ളാഹു തആല എന്നെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മറുപടിയായിട്ട് ഈ തൊട്ടിൽ വെച്ച് പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ സംഭാഷണം തുടരുന്നുണ്ട്. വജഅലനി മുബാറക്കൻ അയ്നമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. 31-ാമത്തെ ആയത്ത് ഒന്നുകൂടി പറയാം. വജഅലനി മുബാറക്കൻ അയ്നമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. വജഅലനി മുബാറക്കൻ, വജഅലനി അവൻ എന്നെ ആക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തെ ആക്കിയിട്ടുണ്ട്. മുബാറക്കൻ, അനുഗ്രഹീതൻ. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും. വൗസാനി, അവൻ എന്നെ അനുശാസിച്ചിരിക്കുന്നു, എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ബിസ്വലാത്തി, നമസ്കാരം നിർവഹിക്കാൻ. വസ്സക്കാത്തി, സക്കാത്ത് നൽകുവാനും. മാതുംതു, ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം. ഹയ്യ, ജീവിച്ചിരിക്കുന്നവനായിരുന്നിടത്തോളം കാലം സക്കാത്ത് കൊടുക്കാനും നമസ്കാരം നിലനിർത്താനും എന്നോട് അവൻ അനുശാസിച്ചിരിക്കുന്നു. ഒന്നുകൂടി പറയാം. വജഅലനി മുബാറക്കൻ അയ്നമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. വൗസാനി, അവൻ എന്നോട് അനുശാസിച്ചിരിക്കുന്നു. ബിസ്വലാത്തി, നമസ്കാരം നിർവഹിക്കാൻ. വസ്സക്കാത്തി, സക്കാത്ത് കൊടുക്കാൻ. മാദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ 2-3 സ്ഥാനങ്ങളുടെ കൂടെ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട പ്രധാന കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയാണ് ഇവിടെ. ഈസാ നബിക്ക് അള്ളാഹു നൽകിയ പദവികളെയും കൽപ്പനകളെയും കുറിച്ച്
നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിന് അല്ലാഹു തആല ജഅലനി മുബാറക് എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അതായത് ഈ മുബാറക്ക് അനുഗ്രഹീതൻ എന്നതിന് തഫ്സീർ ഇബ്നു കസീറൊക്കെ പറയുന്നൊരു വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മയും അനുഗ്രഹവും നൽകുന്നവൻ എന്നാണ് അർത്ഥം. മറ്റുള്ളവർക്ക് അനുഗ്രഹീതനായ ആൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹം ചൊരിയുന്നവൻ, താൻ എവിടെയായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായവൻ, സത്യമാർഗം കാണിച്ചു കൊടുക്കുന്നവൻ, നന്മ കൽപ്പിക്കുന്നവൻ, തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നവൻ. ഇതാണ് ഈ മുബാറക് എന്നതിന് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്ത വ്യാഖ്യാനം. അപ്പോൾ അല്ലാഹു തആല എന്നെ അങ്ങനെയാണ് ആക്കിയിട്ടുള്ള, ആളുകൾക്കൊക്കെ നന്മ ചെയ്യുന്ന, ആളുകൾക്കൊക്കെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന, ആളുകൾക്കൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കുന്ന, ആളുകളെയൊക്കെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, അനുഗ്രഹം ചൊരിയുന്ന ഒരാളായിട്ട് അള്ളാഹു എന്നെ മാറ്റിയിരിക്കുന്നു. വജഅലനി മുബാറക്. മാത്രമല്ല വജഅലനി മുബാറക്കൻ ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ദീനും പർച്ചനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, അപ്പോൾ അതാണ് പിന്നീട് എന്നോട് വൗസാനി ബിസ്വലാത്തി വസ്സക്കാത്തി മാ ദുംതു ഹയ്യ, നമസ്കാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ അമ്പിയാക്കന്മാർക്കും അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പനയാണ് നമസ്കാരവും സക്കാത്തൊക്കെ. ഇവിടെ ഒരു കാര്യം, മാ ദുംതു ഹയ്യ എന്നാണ്, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഈ രണ്ട് ഇബാദത്തുകളുടെയും പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ഒരാൾ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന വരെ നിർവഹിക്കേണ്ട രണ്ട് അമലുകളാണ് നമസ്കാരവും സക്കാത്തും. ഒരാൾ ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ്, തീരെ രോഗിയാണ്, പക്ഷേ അയാളിൽ സ്വത്തുണ്ടെങ്കിൽ അയാൾ ആ വയ്യാത്ത സന്ദർഭത്തിലും മരണാസന്നനായ സന്ദർഭത്തിലും അയാൾ സക്കാത്ത് കൊടുക്കണം. നമസ്കാരം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന വരെ ഒറ്റ വക്ത് പോലും വിട്ടുപോകാതെ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് നമസ്കാരം. കാരണം നമസ്കാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താനുള്ളതാണ്. അഖിമിസ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്നാണ്. അപ്പോൾ നമസ്കാരം നിർവഹിക്കാൻ എല്ലാ അമ്പിയാക്കന്മാരും തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. കാരണം നമസ്കാരം അള്ളാഹുമായി അടുക്കാനുള്ള ഏറ്റവും വലിയൊരു സന്ദർഭമാണ്. ഒരടിമ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നത് വഹുവ സാജിദ് എന്നാൽ സുജൂദ് ചെയ്യുമ്പോൾ നമസ്കരിക്കുമ്പോഴാണ്. ഈ നമസ്കാരത്തിൻ്റെ രീതിയും സക്കാത്തിൻ്റെ രീതിയും ഒക്കെ വിവിധ ശരീഅത്തുകളിൽ വ്യത്യസ്തമായിരിക്കാം. മൂസവി ശരീഅത്തിലുള്ള നമസ്കാരവും ആരാധനാ രീതിയുമായിരിക്കില്ല ഈസവി ശരീഅത്തിലുള്ള നമസ്കാരവും സക്കാത്തുമല്ല മുഹമ്മദിയ ശരീഅത്തിലുണ്ടാവുക. പക്ഷേ ഈ നമസ്കാരവും സക്കാത്തും വളരെ ഉത്കൃഷ്ടമായ രണ്ട് ആരാധനാ കർമ്മങ്ങളാണ്. ഒരാൾ അള്ളാഹുവിനോടുള്ള പൂർണ്ണ ബാധ്യത നിർവഹിക്കുന്ന, അള്ളാഹുമായി അടുക്കുന്ന കർമ്മമാണ് നമസ്കാരമെങ്കിൽ, അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണം എന്ന നിലയ്ക്ക് ജനങ്ങളോടുള്ള അവകാശം നിവർത്തിച്ചു കൊടുക്കുന്ന ആ കർമ്മമാണ് സക്കാത്ത്. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലാണെങ്കിൽ അത് രണ്ടും നിർവഹിക്കാത്തവൻ സത്യനിഷേധിയാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ നമസ്കാരം നിർബന്ധമായി നിർവഹിച്ചിരിക്കണം. ഫമൻ തറക്കഹ ഫഖദ് കഫറ എന്ന, ആ നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ സത്യനിഷേധിയാണ്. ബൈനൽ മർഇ വൽ കുഫ്രി തർക്കുസ്സലാ, ഒരാൾക്ക് കുഫറിനടുക്കുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. അതേപോലെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ വൈലുൽ ലിൽ മുശ്രിക്കീന അല്ലദീന ലാ യുത്തൂന സക്കാത്ത വഹും ബിൽ ആഖിറതിഹിം കാഫിറൂൻ, സക്കാത്ത് കൊടുക്കാത്ത ആൾ സത്യനിഷേധിയുമാണ്, കാഫിറും കൂടിയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു രണ്ട് ആരാധനാ കർമ്മങ്ങളാണ്. കാരണം ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പൂർണ്ണമായും കടപ്പെട്ട് നിൽക്കേണ്ട ആരാധനാ കർമ്മങ്ങളാണത്. അത് ജീവിതകാലം മുഴുവൻ നിർവഹിക്കണം. ഒരാൾ വയ്യാതെ അവസാന ശ്വാസം പോകുന്നത് വരെ ആ നമസ്കാരം നിർവഹിക്കണം. നിൽക്കാൻ വയ്യെങ്കിൽ കിടന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇരിക്കാൻ വയ്യെങ്കിൽ കിടന്നിട്ടാണെങ്കിലും മനസ്സിൽ ഓർത്തിട്ടാണെങ്കിലും നമസ്കാരം നിർവഹിക്കണം. സക്കാത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ടെങ്കിലും ആ സക്കാത്ത് നിർവഹിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്, അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചത്, എന്നെ ഫൗസാനി എന്നോട് എന്നോട് അനുശാസിച്ചിട്ടുള്ള കാര്യം ബിസ്വലാത്തി നമസ്കാരമാണ്. ഞാൻ അള്ളാഹ്ക്ക് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്, ഈസാ നബിനെ ആരാധിക്കുകയല്ല ചെയ്യേണ്ടത്. ഈസാ നബി ദൈവമല്ല, ദൈവപുത്രനല്ല. ഈസാ നബി അള്ളാഹുവിൻ്റെ അബ്ദാണ്, പ്രവാചകനാണ്. ഈസാ നബി അലൈഹി സ്വലാം തന്നെ ആദ്യത്തെ തൻ്റെ വർത്തമാനത്തിൽ പറയുന്ന കാര്യം, ഞാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹ്ക്ക് നമസ്കരിക്കാൻ, ഞാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു സക്കാത്ത് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇബാദത്തുകൾ ചെയ്യേണ്ടവനാണ്, ഇബാദത്ത് സ്വീകരിക്കേണ്ട ആളല്ല എന്ന് കൃത്യമായി
ഈസാ നബിയുടെ ദിവ്യത്വത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്ന വാദഗതിയെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ വെച്ച് ഗണ്ണിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇതൊക്കെയാണ് മരിക്കണ വരെയും അത് ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ ഇത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു സത്യവിശ്വാസി എവിടെയായിരുന്നാലും അവൻ മാതുംതു ഹയ്യാന്ന് അതിനുമ്പ് ഐനമാക്കുത്തു, ഞാൻ എവിടെയായിരുന്നാലും ജനങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണം, നന്മ ചെയ്യുന്നവനായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ജീവിതാവസാനം വരെ അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണം എന്ന നിലക്ക് നമസ്കാരവും ആത്മീയ ശുദ്ധീകരണം എന്ന നിലക്ക് സക്കാത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളോട് പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ആരാധന 2 കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഈസാ അലൈഹിസ്സലാമും തൻ്റെ ജനതയോട് കൃത്യമായി പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് 32-ാമത്തെ ആയത്തിൽ വബർറം ബിവാലിദത്തി വലം യജ്അല്ലി ജബ്ബാറൻ ശഖിയ്യാ. വബർറൻ നന്മ പ്രവർത്തിക്കണമെന്ന്, ബിവാലിദത്തി വാലിദത്ത് മാതാവ്, വാലിദ് പിതാവ്, വാലിദത്ത് മാതാവ്, ബിവാലിദത്തി എൻ്റെ മാതാവിനോട് നന്മ പ്രവർത്തിക്കണമെന്ന്. വലം യജ്അല്ലി അവൻ എന്നെ ആക്കിയിട്ടുമില്ല, ജബ്ബാറൻ ക്രൂരനാക്കിയിട്ടില്ല, ശഖിയ്യ ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല. ഒന്നുകൂടി പറയാം. വബർറം ബിവാലിദത്തി എൻ്റെ മാതാവിനോട് നന്നായി വർത്തിക്കുന്നവനാകണമെന്നും എന്നോട് അനുശാസിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞിരിക്കുകയാണ് ആ വാവ് പോകുന്നത്. ഔസാനി എന്നോട് അനുശാസിച്ചിരിക്കുന്നു, ബർറം ബിവാലിദത്തി എൻ്റെ മാതാവിന് നന്മ ചെയ്യണമെന്ന്. അതേപോലെ തന്നെ വലം യജ്അല്ലി ജബ്ബാറൻ ശഖിയ്യ അവൻ എന്നെ ക്രൂരനും ഭാഗ്യം കെട്ടവനുമാക്കി മാറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈസാ അലൈഹിസ്സലാം തൊട്ടിൽ വെച്ച് തന്നെ പറയുന്ന അള്ളാഹു എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം മാതാവിന് നന്മ ചെയ്യണം എന്നാണ്. മാതാവ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം പിതാവില്ലാതെ ജനിച്ച കുഞ്ഞായതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളിലും അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ബിർറുൽ വാലിദൈൻ. വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ്. മാതാവിന് മാത്രമെന്ന് ഇവിടെ പറയാൻ കാരണം ഈസാ നബി അലൈഹി സ്വലാമിന് പിതാവില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്, മാതാവിന് മാത്രമേ നന്മ ചെയ്യേണ്ടതുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പകരം ഈസാ അലൈഹി സ്വലാമിന് മാതാവ് മാത്രമേ ഉള്ളൂ, പിതാവില്ലാത്തത് കൊണ്ടാണ് ബർറം ബിവാലിദത്തി എന്ന് പറഞ്ഞത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായൊരു കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരോടും കൽപ്പിച്ചൊരു കാര്യമാണിത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കൽപ്പനകളിൽ ഒന്നായിട്ട് ഈസാ അലൈഹി സ്വലാമിനെ അല്ലാഹു തആല അനുശാസിച്ചൊരു കാര്യം, തൻ്റെ മാതാവ് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഒരുപാട് അസ്വസ്ഥതകൾ പേറി തനിക്ക് ജന്മം നൽകിയ തൻ്റെ മാതാവിനോട് നന്മ ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അല്ലാത്ത ഒരാളെ ഇബാദത്ത് ചെയ്യരുത് എന്ന് കൽപ്പിച്ചതിൻ്റെ കൂടെ തന്നെ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞൊരു കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യരുത്, അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കാവൂ എന്നതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു കർമ്മം ഉണ്ടാവില്ല. ആ കർമ്മം യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ്. ഇസ്ലാം വളരെ 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 പ്രാധാന്യപൂർവ്വമാണ് ആ കാര്യം കൽപ്പിച്ചിട്ടുള്ളത്. തങ്ങളുടെ മാതാപിതാക്കളോട് ദ്രോഹം ചെയ്യുന്നവൻ ഏറ്റവും വലിയ പാപം ചെയ്യുന്നവനാണ്. വൻപാപങ്ങളിൽപ്പെട്ടതാണ് ഉഖൂഖുൽ വാലിദൈൻ. എന്താണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കുക, അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക, അവർക്ക് ആവശ്യമുള്ളതൊക്കെ നിവർത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവരോട് ഏറ്റവും സ്നേഹമസൃണമായി പെരുമാറുക, അവരെ ബഹുമാനിക്കുക, ഇതെല്ലാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഇനി അതേ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ പോലും അവരോട് നന്മ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആ മാതാപിതാക്കളുടെ കടങ്ങൾ വീട്ടുക, അവരുടെ വസിയത്തുകൾ നടപ്പിലാക്കുക, അവരുടെ നേർച്ചകൾ നിറവേറ്റുക, അവർക്ക് മരണത്തിന് ശേഷവും പ്രാർത്ഥിച്ച്. ചില മനുഷ്യർക്ക് സ്വർഗത്തിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് പോലും പദവികൾ ഉയർത്തപ്പെടും, കാരണം അവരുടെ മക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മാതാപിതാക്കളുടെ പ്രാധാന്യം, അതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാറുക്കാവ ജന്നത്തുക്ക,
നിൻ്റെ സ്വർഗവും നിൻ്റെ നരകവും ഈ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളാണ് നിൻ്റെ സ്വർഗവും നിൻ്റെ നരകവും. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിച്ചാൽ സ്വർഗത്തിലെത്തും, അല്ലെങ്കിൽ നരകമായിരിക്കും. മാതാപിതാക്കളുടെ ഒരു കൺസെൻറ്റ്, ഒരു ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരാൾക്കും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം മാതാപിതാക്കളോട് അത്രയും ബഹുമാനത്തോടു കൂടി വർത്തിക്കണം. സത്യനിഷേധികളാണ് മാതാപിതാക്കളെങ്കിൽ പോലും വസാഹിബുഹുമ ഫിദ്ദുന്യാ മഅറൂഫ, ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പോൾ അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷഹീദായ വ്യക്തികൾ അഗ്റാഫ്, അതായത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അഗ്റാഫ്. അഗ്റാഫിൽ കുറേ ആളുകളുണ്ട്, അവർക്ക് നരകത്തിലേക്കും പോകാൻ, അവർ നരകത്തിലേക്കും ആയിട്ടില്ല, സ്വർഗത്തിലേക്കും ആയിട്ടില്ല. അതിൽ ചില ആളുകൾ രക്തസാക്ഷികളായ ആളുകളുണ്ട്, ഷഹീദായ ആളുകൾ, ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകൾ. അവരും സ്വർഗത്തിലെത്തിയിട്ടില്ല. കാരണം അവർ മാതാപിതാക്കളെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുത്ത് ഷഹീദായതുകൊണ്ട് മനോഹം ഫി ദുഹൂലിന്ന, നരകത്തിൽ പ്രവേശിക്കുന്നതും അത് തടഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം പ്രാധാന്യം മാതാപിതാക്കളുടെ വിഷയത്തിലുണ്ട് എന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും മാതാവിൻ്റെ കാര്യത്തിൽ മാതാവ് അബലയും തന്നോട് ഏറ്റവും ദുർബലയുമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സേവനം ചെയ്തു കൊടുക്കേണ്ട ഒരാൾ മാതാവാണ് എന്നും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റിളല്ലാഹു ഫി റിളൽ വാലിദൈൻ. അള്ളാഹിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ആ മാതാപിതാക്കൾ തന്നെക്കുറിച്ച് കോപിഷ്ഠനാണെങ്കിൽ അള്ളാഹുവും തങ്ങളെക്കുറിച്ച് കോപിഷ്ഠനായിരിക്കും എന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാ അലൈഹി സ്വലാം വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞു, ബർറം ബിവാലിദത്തി, എൻ്റെ മാതാവിനോട് നന്നായി വർത്തിക്കുവാൻ ഞാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വലം യജ്അല്ലി ജബ്ബാറൻ ഷഖിയ, ഞാൻ അങ്ങനെ ക്രൂരനും നിർഭാഗ്യവാനുമായിട്ടില്ല. എല്ലാ അധികാരങ്ങൾക്കും കഴിവുകൾക്കും ഉടമയായ, തൻ്റെ മാത്രം ഇച്ഛാനുസാരം ശക്തി ഉപയോഗിച്ച് സർവ്വത്തിനെയും ഭരിക്കുക എന്ന അർത്ഥത്തിലാണ് ജബ്ബാർ പ്രയോഗിക്കുക. അള്ളാൻ്റെ നാമമാണ് ജബ്ബാർ. ആ ഒരു പരിധി കടന്ന് മനുഷ്യൻ അതായിത്തീരുമ്പോൾ, ആ മനുഷ്യരിലേക്ക് ചേർക്കുമ്പോൾ നിഷ്ഠൂരനായ, സ്വേച്ഛാപ്രമത്തനായ, ആരെയും കൂസാത്ത, തന്നിഷ്ടപ്രകാരം നടക്കുന്ന ആളെയാണ് ജബ്ബാർ എന്ന് മനുഷ്യരിലേക്ക് ചേർത്ത് പറയുമ്പോൾ പറയുക. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെയുള്ളൊരു ക്രൂരനോ മോശക്കാരനായ ആളോ ആയിരിക്കില്ല. മാത്രമല്ല ഈ മാതാപിതാക്കളെ ദ്രോഹിച്ചും അള്ളാഹുവിനോടുള്ള വിധേയത്വം സമർപ്പിക്കാതെയും ഒക്കെ ജീവിച്ച് ഒരു നിർഭാഗ്യവാനായ പരമഭാഗ്യം കെട്ടവനായ ഒരാളായിട്ടും ഞാൻ മാറുകയില്ല. ഇതാണ് ഈസാ അലൈഹിസ്സലാം തൻ്റെ ആ മാതാവിൻ്റെ ചാരിത്രത്തെക്കുറിച്ച് ചോദിക്കാൻ വന്ന, തൻ്റെ ജനനത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി വന്ന ആളുകൾക്ക് ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ചുകൊണ്ട് അവരോട് സംസാരിച്ചത് ഇതൊക്കെയാണ്. പക്ഷേ ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ കുഞ്ഞ് അത്ഭുതകരമായൊരു ജനനമാണ് ജനിച്ചത്, പിതാവില്ലാണ്ടൊരു പ്രത്യേക രീതിയിലാണ് ജനിച്ചത് എന്ന് ഈ തൊട്ടിൽ കഴിയുന്ന കുട്ടിയുടെ സംസാരം കേൾക്കുന്നതിലൂടെ അവരെ ബോധ്യപ്പെടുത്തലാണ്. അതോടൊപ്പം ഈ വരാൻ പോകുന്ന കുഞ്ഞ് ആരാണ്, എന്താണ് എന്ന് കൃത്യമായി ഈ കൊച്ചു വാക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ എന്തോ ഒരു പ്രത്യേക ദിവ്യത്വമുള്ള ശക്തിയോ അള്ളാഹുവിൻ്റെ ഭാഗമോ അല്ല, മറിച്ച് ഞാനും അള്ളാഹിൻ്റെ ദാസനാണ്. പക്ഷേ എൻ്റെ പ്രത്യേകത, ഞാൻ പ്രവാചകനാണ്, എനിക്ക് വേദഗ്രന്ഥം ലഭിക്കും, ഞാനും നമസ്കാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനൊക്കെ കൽപ്പിക്കപ്പെട്ട ആളാണ്, എല്ലാ ജനങ്ങൾക്കും നന്മ ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. മാത്രമല്ല ഞാൻ മാതാപിതാക്കളോട്, എൻ്റെ മാതാവിനോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്, ഞാനങ്ങനെ ക്രൂരനും മോശക്കാരനും ഭാഗ്യം കെട്ടവനും അല്ല എന്നുകൂടി തൊട്ടിലുള്ള സംസാരം അവരെ അത്ഭുതപ്പെടുത്തുന്നതോടൊപ്പം തൻ്റെ നിലപാടും താൻ ആരാണെന്നും കൂടി ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് തൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് ഈ ആയത്തുകളിലുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ച ഇനിയും നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമുക്ക് ഈ ഈസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എങ്ങനെയാണ് ലോകത്ത് ശിർക്ക് വരുന്നത്, എങ്ങനെയാണ് ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ വന്നത് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന, നന്മ ചെയ്യുന്ന, മാതാപിതാക്കളെ നന്മ ചെയ്യുന്ന, നമസ്കാരവും സക്കാത്തും നിർവഹിക്കുന്ന, അതോടൊപ്പം തന്നെ
എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ പൂർണ്ണദാസനായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിന ളിയാഅ വലിഅബ്സാരിന ജലാഅ വലിയസ്ഖാമിന ദവാഅ വലിദുനൂബിന മുമഖിസ വഅനിന്നാരി മുഖല്ലിസ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.